കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്ന വിപണി ചൂടുപിടിച്ചു. കാലവർഷ മുന്നറിയിപ്പിൽ റബ്ബർ മേഖലയിൽ ഉണർവ്. ഏലം സ്റ്റോക്ക് വിറ്റുമാറാനുള്ള തയ്യാറെടുപ്പിൽ ലേലകേന്ദ്രങ്ങൾ. നാളികേര കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഉയർന്ന വില ഉറപ്പുവരുത്താനായി കഴിഞ്ഞ ദിവസം സൂചന നൽകിയതാണ് വില ഉയരുന്ന തക്കത്തിന് സ്റ്റോക്കുള്ള ചരക്ക് വിൽപ്പനയ്ക്കിറക്കിയാൽ മെച്ചപ്പെട്ട വിലയ്ക്ക് കൈമാറാൻ അവസരം ലഭിക്കുമെന്നത്. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ ഉയർന്ന ക്വിന്റലിന് 27,100 രൂപയായി. 3 ദിവസം കൊണ്ട് 500 രൂപയാണ് വർദ്ധിച്ചത്. കാങ്കയമടക്കമുള്ള വിപണികളിൽ കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും രൂക്ഷമായ ക്ഷാമം തുടരുകയാണ്. കാങ്കയത്തെ വെളിച്ചെണ്ണ 25,850 രൂപയിലും കൊപ്ര 17,700 രൂപയിലുമാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പതിവിലും അല്പം നേരത്തെ കേരളത്തിൽ വിരുന്നെത്തുമെന്ന സൂചന റബ്ബർ മേഖലയിൽ ആവേശം ജനിപ്പിച്ചു. ജനുവരിക്ക് ശേഷം കനത്ത വരൾച്ചയിൽ സ്തംഭിച്ച റബ്ബർ ടാപ്പിംഗ് രംഗം അടുത്ത 2 ആഴ്ചകൾ പിന്നിടുന്നതോടെ വീണ്ടും സജീവമാകും. അന്താരാഷ്ട്ര റബ്ബർ മാർക്കറ്റിന് നേരിയ ഉണർവ് അനുഭവപ്പെട്ടു. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വിപണനം പുനരാരംഭിച്ച ബാങ്കോക്കിൽ ഷീറ്റ് വില 20,800 രൂപയായി ഉയർന്നു. സംസ്ഥാനത്ത് ഷീറ്റ് ക്ഷാമം രൂക്ഷമായതോടെ ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 100 രൂപ ഉയർത്തി 19,600 രൂപയായും 5ാം ഗ്രേഡ് 19,300 രൂപയിലും ശേഖരിച്ചു. ഇതിനിടയിൽ US ചൈന വ്യാപാര യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം പുറത്തുവന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളുമായി കടുത്ത മത്സരങ്ങളിൽ നാം ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ വേഗത്തിലാക്കാൻ വാണിജ്യ മന്ത്രാലയം നീക്കം നടത്താം. ഉൽപാദന മേഖലയിൽ നടന്ന ഏലയ്ക്ക ലേലത്തിൽ 1,00,000 കിലോ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. കാലവർഷത്തിന്റെ വരവ് മുന്നിൽ കണ്ട് സ്റ്റോക്കുള്ള ചരക്ക് വിറ്റുമാറാൻ ചില കേന്ദ്രങ്ങൾ നീക്കം തുടങ്ങി. മൊത്തം 52,991 കിലോ ഏലയ്ക്ക ലേലത്തിനെത്തിയതിൽ 49,949 കിലോയും വിറ്റഴിഞ്ഞു. ഗൾഫ് ഓർഡർ മുന്നിൽ കണ്ട ഏലയ്ക്ക സംഭരിക്കാൻ കയറ്റുമതി മേഖല ഉത്സാഹിച്ചു. ആഭ്യന്തര വ്യാപാരികളും രംഗത്ത് സജീവമായിരുന്നു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 3,028 രൂപയായി കയറി. ശരാശരി ഇനങ്ങൾ 2,104 രൂപയിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖാരിഫ് വിള ഉൽപാദനമുയർത്താൻ ഉത്തർപ്രദേശ് സർക്കാർ 12% വർദ്ധിപ്പിച്ച് 293 ലക്ഷം ടണ്ണാക്കാനാണ് പദ്ധതിയിടുന്നത്. 293 ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും ഉൽപാദനം 12% വർദ്ധിപ്പിക്കുക എന്നതാണ് ഉത്തർപ്രദേശ് ലക്ഷ്യമിടുന്നത്. പുതിയ ഖാരിഫ് സീസണിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഉത്തർപ്രദേശ്. മെച്ചപ്പെട്ട വിള ആസൂത്രണം, ചോളം, നെല്ല് എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, ജലസംരക്ഷണത്തിനായി 8,500 ഫാം കുളങ്ങൾ നിർമ്മിക്കൽ എന്നിവ ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കർഷകർക്ക് സാങ്കേതിക പരിശീലനവും ഗുണനിലവാരമുള്ള വിത്തുകളും വളങ്ങളും ലഭ്യമാകും. ഖാരിഫ് പ്രചരണത്തിന്റെ ഭാഗമായി വിതയ്ക്കൽ, വിള സംരക്ഷണം, ജലസേചനം എന്നിവയ്ക്കുള്ള രീതികൾ സംസ്ഥാന സർക്കാർ പുതുക്കിയിട്ടുണ്ട്. ജലക്ഷാമം പരിഹരിക്കുന്നതിനും ബദൽ ജലസേചന സ്രോതസ്സുകൾ നടപ്പിലാക്കുന്നുണ്ട്. ദേശീയ കാർഷിക വികസന പദ്ധതിയുടെ കീഴിൽ സംസ്ഥാനം ഫാം പോണ്ട് പദ്ധതി നടപ്പിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ കൃഷിക്കായുള്ള ദേശീയ പരിശീലനം കേരള കാർഷിക സർവകലാശാലയിൽ തുടക്കമായി. 3 ദിവസമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊക്കോ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിജ്ഞാന കൈമാറ്റം, നൈപുണ്യ വികസനം, മൂല്യശൃംഖല സംയോജനം എന്നിവയാണ് പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത്. നാഗാലാൻഡ്, മേഘാലയ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന കാർഷിക വകുപ്പുകൾ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ, സംസ്ഥാന കാർഷിക സർവകലാശാലകൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിപാടിയുടെ ഭാഗമാകും. കേരള കാർഷിക സർവകലാശാലയുടെ കൊക്കോ ഗവേഷണ കേന്ദ്രവും കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റും ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്ക് ഈ വർഷം റെക്കോർഡ് ഗോതമ്പ് ഉൽപാദനമായിരിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാലാവസ്ഥാ വെല്ലുവിളികൾ വിളയെ ബാധിക്കാൻ സാധ്യതയില്ലെന്നും മന്ത്രി. ഇന്ത്യയുടെ ഗോതമ്പ് ഉൽപാദനത്തിലെ റെക്കോർഡ് ഈ വർഷവും തുടരുമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 115.3 ദശലക്ഷം ടൺ ഉൽപാദനമാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 113.3 ദശലക്ഷം ടണ്ണിനേക്കാൾ ഏകദേശം 2% കൂടുതലാണിത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വിളയെ ബാധിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഷിക പ്രവർത്തനങ്ങളുടെ പ്രതിവാര അവലോകനത്തിനിടെയാണ് ഈ പ്രസ്താവന. എല്ലാ സംസ്ഥാനങ്ങളിലും ഗോതമ്പ് വിളയുടെ വളർച്ച ഏതാണ്ട് പൂർത്തിയായതായി ചൌഹാൻ പറഞ്ഞു. മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഗോതമ്പ് വിളവെടുപ്പ് പൂർത്തിയായി. മെയ് 2 വരെ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ ഭാഗിക വിളവെടുപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കശുവണ്ടി ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ.
കശുവണ്ടിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിന് ഇന്ത്യ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. പ്രധാന ആഫ്രിക്കൻ ഉൽപ്പാദക രാജ്യങ്ങൾ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ത്യക്ക് മറികടക്കേണ്ടതുണ്ട്. ഇതിന് ഇന്ത്യ കശുവണ്ടി ഉൽപ്പാദനം ഉയർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഗുഞ്ചൻ ജെയിൻ പറഞ്ഞു. പുതിയ കണക്കുകളനുസരിച്ച് ഇന്ത്യ കൂടുതൽ കശുവണ്ടി വളർത്താൻ തുടങ്ങേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിന്റെ കിഴക്കൻ തീരമായ ബംഗാൾ മുതൽ പടിഞ്ഞാറൻ തീരത്തെ ഗുജറാത്ത് വരെ ഇന്ത്യയുടെ തീരദേശ മേഖല കശുവണ്ടി കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് ഗുഞ്ചൻ ജെയിൻ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 230, RSS 5 226, ലാറ്റക്സ് 167, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 270, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 360, കുരുമുളക് ഗാർബിൾഡ് 70,000, കുരുമുളക് അൺഗാർബിൾഡ് 68,000, ഏലയ്ക്ക 2000 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 27,100, കൊപ്ര 18,900, ചുക്ക് 22,500,